ചാമയരി വെച്ച് നമുക്ക് പാലപ്പം തയ്യാറാക്കിയത്. ചാമയരി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ മില്ലറ്റ് എന്നും അറിയപ്പെടുന്നതാണ് ചാമയരി. ഇത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പമാണിത്. അത് നമ്മൾ ചോറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേറെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 കപ്പാണ് ചാമയരി ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ല കുറേ ഇച്ചിരി മണ്ണൊക്കെ കാണും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം. ഒരു 4-5 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം. ഇതിപ്പം കുതിർന്ന് ഞാനിപ്പം രാവിലെയാണ് വെള്ളത്തിലിട്ടത്. നമുക്ക് വൈകിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. മിക്സർ ജാറിലോട്ട് നമ്മൾ ആദ്യം ഈ ചാമയരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ച ശേഷം അത് നമുക്ക് ചോറൊന്നും ഇതിനകത്ത് ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്ന് പൊങ്ങി വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിനകത്തൊന്ന് 2 സ്പൂൺ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് കപ്പി കാച്ചിയെടുക്കാം. കപ്പി കാച്ചാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ആ കുതിർത്ത വെള്ളം കുറച്ച് മിച്ചമുണ്ടായിരുന്നു, അത് ഒഴിച്ചാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇത് കപ്പി കാച്ചിയെടുക്കണം. പിന്നെ കപ്പി കാച്ചിയെടുത്തിട്ട് ഈ നമ്മൾ ബാക്കി അപ്പത്തിൻ്റെ കൂടെ എനിക്ക് തേങ്ങ അരച്ച് കൊടുക്കണം. ഇതിപ്പം തണുത്ത ശേഷം നമുക്ക് ആ മിക്സിയുടെ നമ്മൾ കുറച്ച് അരച്ച് വെച്ചല്ലോ, അതിനകത്തോട്ട് തേങ്ങയൊക്കെ അരയ്ക്കുമ്പോഴത്തേക്ക് ഇതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് അരയ്ക്കണമെന്നില്ല, ഇത് തേങ്ങയും കൂടെ ഒക്കെ അരച്ച ശേഷം നമുക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതിനകത്തോട്ട് തേങ്ങ അര കപ്പ് തേങ്ങ കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം മധുരമൊന്നും കഴിക്കാൻ ഡയറ്റ് ചെയ്യുന്നവർക്കൊന്നും മധുരം വേണ്ടില്ല, അപ്പോൾ അതിവിടെ ഇട്ട് കൊടുക്കുന്നതിന് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്ന ശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് അരച്ച് കൊടുക്കാം. അരച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് നമ്മളിത് വൈകിട്ടാണ് ഞാൻ പല അരച്ചെടുക്കുന്നത്, രാവിലെയാണ് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സ്വല്പം വെള്ളവും കൂടെ അത് മിക്സി കഴുകി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് രാവിലെ നമുക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഇപ്പം ദോശക്കല്ല് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പാലപ്പച്ചട്ടി, ഞാനിപ്പോൾ പാലപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, പാലപ്പമാണ്. അപ്പോൾ ഒന്ന് കറക്കി കൊടുക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതുപോലെ കറക്കിയെടുക്കാൻ പറ്റും. വെളുപ്പിനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി വെട്ടക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പം ഉണ്ടാകുന്നുണ്ട്, നല്ല സോഫ്റ്റാണ് അപ്പം. അപ്പോൾ കടലക്കറിയുടെ കൂടെയാണ് കഴിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പം മൂക്ക് കൊടുക്കാൻ വേണ്ടി രാവിലെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിപ്പം